ഈശോയിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളുടെ പിതാവിനറിയാം. അവിടുന്ന് നിങ്ങൾക്കെല്ലാം തരും എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്നത്. നമുക്കെല്ലാം തരാൻ കഴിവുള്ള ഒരു പിതാവാണ് നമ്മുടെ ദൈവം എന്ന് ഈശോ വെളിപ്പെടുത്തി. പഴയ നിയമത്തിൽ ദൈവത്തെ യഹോവ എന്ന് വിളിക്കണമെന്ന് മോശ പഠിപ്പിച്ചു. ദൈവം അങ്ങനെ ഒരു പദമാണ് വെളിപ്പെടുത്തിയത്. പക്ഷെ അതും പല പ്രാവശ്യം വിളിക്കാൻ പാടില്ല. വളരെ അപൂർവമായി വിളിക്കാവുന്ന ഒരു പദം, വലിയ ബഹുമാനത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു പദം, വൃഥാ പ്രയോഗിക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഈശോ നമുക്ക് ആ വാക്ക് മാറ്റിയിട്ട് പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാനുള്ള ദൈവമക്കളുടെ സ്വാതന്ത്ര്യം തന്നു. പിതാവ് മക്കളോടെന്ന പോലെ കർത്താവ് തൻ്റെ ജനത്തോട് കരുണ കാണിക്കുന്നൊരു ദൈവമായിട്ട് പിതാവിനെ ചിത്രീകരിച്ച് ഈശോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടു. നമ്മുടെ ചാവറ പിതാവ് പഴയകാലത്ത് വ്യാപകമായ മലയാള അർത്ഥത്തിൽ പിതാവേ എന്നല്ല എൻ്റെ അപ്പ എന്ന് പറഞ്ഞ് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു കുഞ്ഞിന് സ്വന്തം അപ്പനോടുള്ള സ്നേഹത്തോടെ ദൈവത്തെ വിളിക്കാം. ആ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മളെല്ലാവരും ആ അപ്പൻ്റെ പ്രിയ മക്കളാണ് എന്നാണ് ഈശോ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് നാം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത്. എല്ലാം തരുന്നൊരു ദൈവം. സ്നേഹമുള്ളവരെ, ഈ പ്രസംഗങ്ങൾ, ഞായറാഴ്ച പ്രസംഗം അഡൾട്ട് കാറ്റഗിസോഡിയാണ്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ്സുകളിലൂടെ പോയപ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെയേറെ കാലം കത്തോലിക്ക വിശ്വാസികളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച ഒരു ബൈബിൾ വാക്യമാണ്. ആ കുട്ടി എന്നോട് ഇങ്ങനെ ചോദിച്ചു, ബൈബിളിൽ ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭൂമിയിൽ നിങ്ങൾ ആരെയും പിതാവേ എന്ന് വിളിക്കരുത്, നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. ആ ഭാഗം നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിലാണ്. 23-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്, എന്നാൽ നിങ്ങൾ റബി എന്ന് വിളിക്കപ്പെടരുത്, എന്തെന്നാൽ നിങ്ങൾക്കൊരു ഗുരുവേ ഉള്ളൂ, നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവ് എന്ന് വിളിക്കരുത്, എന്തെന്നാൽ നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. പണ്ട് ഈ വാക്യം കത്തോലിക്ക സഭയിലുള്ളവരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനായിട്ട് വഴിയിൽ എഴുതി വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവേ എന്ന് വിളിക്കരുത്, നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ്, ഈ കുട്ടിയുടെ ചോദ്യം ഇതായിരുന്നു, പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ മെത്രാന്മാരെ പിതാവേ എന്ന് വിളിക്കുന്നത്? അങ്ങനെ വിളിക്കാമോ? ഭൂമിയിൽ ആരെയും അങ്ങനെ വിളിക്കരുതെന്നാണ്. ഇതിന് ഈ രീതിയിൽ വേണം നമ്മൾ ഈ അക്ഷരാർത്ഥത്തിൽ എന്നതിനേക്കാൾ അതിൻ്റെ ആത്മീയ അർത്ഥത്തിൽ വേണം ഇതിനെ മനസ്സിലാക്കാൻ. അതിങ്ങനെയാണ്, കത്തോലിക്ക സഭയിലുള്ള ഒത്തിരിയേറെ പേരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക എന്നത് ഒരു ആടുകളെ ചിതറിക്കാനുള്ളൊരു മാർഗമായിട്ട് ചിലർ കണ്ടിരുന്നു. നമ്മൾക്കറിയാം, സിംഹം ആടുകളെയോ മാനിനെയോ വേട്ടയാടാൻ ശ്രമിക്കുമ്പോൾ ഈ ആനിമൽ പ്ലാനറ്റ് പോലുള്ള ചാനലുകളിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, വലിയൊരു കൂട്ടമായിട്ട് നിൽക്കുന്ന ചെറുജീവികളെ പോലും ആക്രമിക്കുക അത്ര എളുപ്പമല്ല. എന്നാൽ ആദ്യം ഇതിൻ്റെ ഉള്ളിലേക്ക്, ഈ ഹേർഡിൻ്റെ, ഈ കൂട്ടത്തിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി അറ്റങ്ങളെ ചിതറിക്കും. ചിതറിച്ച് കഴിയുമ്പോൾ ഓരോരുത്തർ ഓരോ വഴിക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് ഓടാൻ തുടങ്ങും. അപ്പോൾ അതിൽ ഓരോന്നിനെ പിടിക്കൽ എളുപ്പമാണ്. വിശ്വാസത്തിൻ്റെ തലത്തിൽ ബോധ്യങ്ങളില്ല എങ്കിൽ നാം ഒറ്റപ്പെട്ട് ചിന്തിക്കുന്നവരാകും. നാം സഭയോടൊത്ത് ചിന്തിക്കാതെ കൂട്ടം തെറ്റി നിൽക്കുന്നവരായാൽ പിടിക്കപ്പെടൽ എളുപ്പമാണ്.
അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വേദപാഠ ക്ലാസ്സുകളിൽ ചോദ്യങ്ങളെ എൻകറേജ് ചെയ്യുകയും അവയ്ക്കുള്ള ഉത്തരങ്ങളായിട്ട് വേദപാഠ ക്ലാസ്സുകൾ മാറുകയും ചെയ്യണം. നമ്മുടെ വേദ പഠന ക്ലാസ്സുകൾക്ക് പറ്റുന്ന ഒരു അബദ്ധം, ഇന്ന് വളരെയേറെ കുട്ടികൾ ഇപ്പോൾ 7ലും 8ലും പഠിക്കുന്ന, എന്നോട് ഈ ചോദ്യം ചോദിച്ച കുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. 7ലും 8ലും പഠിക്കുന്ന കുട്ടികൾ 10ലും 12ലും പഠിക്കുന്ന കുട്ടികളുടെ അത്രയും മാനസിക വളർച്ചയും അറിവിൻ്റെ ലോകവും അവരെ വളർന്നു കഴിഞ്ഞു. അത്രയേറെ വളർച്ചയുടെ അറിവിൻ്റെ ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ വളരെ ചെറുപ്പത്തിലെ സഭയുടെ പ്രബോധനങ്ങളെപ്പറ്റി അവബോധമില്ലാതെ ആയാൽ ഈ കൺഫ്യൂഷൻ ഉണ്ടാവാം. എന്താണ് ഈശോ പറഞ്ഞത്? ഈ ഭാഗത്ത് ഈശോ പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ ആരെയും റബ്ബി എന്ന് വിളിക്കരുത്. റബ്ബി, റബോനി ബൈബിളിൽ വ്യാപകമായിട്ട് 15 പ്രാവശ്യം റബ്ബി എന്ന വാക്കുണ്ട്. റബോനി എന്ന പദം ഗ്രീക്ക് പദമാണ്, 1 പ്രാവശ്യം ബൈബിളിലുണ്ട്. പുതിയ നിയമത്തിൽ അങ്ങനെ നിങ്ങൾ ആര്, അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ, സർ എന്ന് നമ്മൾ പറയുന്നത്. അധ്യാപകരെ നമ്മൾ സാർമാരെന്ന് വിളിക്കും, മാസ്റ്റർ എന്ന് വിളിക്കും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഭൂമിയിൽ ആരെയും സർ എന്നോ മാസ്റ്റർ എന്നോ വിളിക്കരുത് എന്ന രീതിയിലേക്ക് അത് വരും. ആ വചനം അക്ഷരാർത്ഥി വ്യാഖ്യാനിച്ചാൽ, നമുക്ക് MA ഡിഗ്രി ഉണ്ടെങ്കിൽ മാസ്റ്റർ ഓഫ് ആർട്സ് എന്നാണല്ലോ അത്. അപ്പം നമ്മൾ നമ്മെ തന്നെ മാസ്റ്റർ എന്ന് വിളിക്കാൻ പാടില്ല. ആ ഡിഗ്രി തന്നെ ഫോളോ ആയിട്ട് വരും. അതും ബൈബിൾ അധിഷ്ഠിതമല്ലാതെ വരും. അക്ഷരാർത്ഥത്തിലെടുത്താൽ നമ്മൾ പിതാവേ എന്ന് നിങ്ങൾ ഭൂമിയിൽ ആരെയും വിളിക്കരുതെന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്വന്തം അപ്പനെ പോലും ഡാഡി എന്ന് വിളിക്കാൻ പറ്റില്ല. ഡാഡി എന്നതെന്ന് വെച്ചാൽ പിതാവേ എന്നാണ്. അപ്പ എന്ന് വിളിക്കാൻ പറ്റില്ല ഭൂമിയിൽ. ആരെയും വിളിക്കരുതെന്നാണല്ലോ. നമ്മൾ അക്ഷരാർത്ഥത്തിലെടുത്താൽ ഈ ഭൂമിയിൽ ആരെ അപ്പ എന്ന് വിളിക്കരുത്. എന്നാൽ നമുക്കറിയാം, കത്തോലിക്കരായ നാം നമ്മുടെ പിതാക്കന്മാരെ ആദരവോടെ പിതാവെന്ന് വിളിക്കുന്നു. പള്ളിയിലെ അച്ഛനെ അച്ഛാന്ന് വിളിക്കുന്നു. ഒരർത്ഥം അതാണ്. പിതാവ് എന്നാണ് ഈ അച്ഛൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പിതാ. പരിശുദ്ധ മാർപ്പാപ്പയെ പോപ്പ്, പോപ്പ് എന്ന് പറഞ്ഞാൽ പിതാവ് എന്നാണ്. ഹോളി ഫാദർ, പരിശുദ്ധ പിതാവ് എന്ന് വിളിക്കുന്നു. ഇതെല്ലാം ബൈബിൾ അധിഷ്ഠിത അല്ലാതെ വരില്ല, ബൈബിളിന് വിരുദ്ധമാവില്ല എന്ന് ചിന്തിക്കാം. സ്നേഹമുള്ളവരെ, അതിനുള്ള ഉത്തരം വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ ഇങ്ങനെ നമുക്ക് നൽകുന്നുണ്ട്. ഇതൊന്ന് ശ്രദ്ധിക്കുക. നാം മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് കത്തോലിക്ക സഭയിൽ വൈദികരെ അച്ഛ, മെത്രാനെ പിതാവ്, മാർപ്പാപ്പയെ പരിശുദ്ധ പിതാവ് എന്ന് വിളിക്കുന്നു എന്നതിൻ്റെ ഉത്തരാണത്. 2 രീതിയിലുള്ള പിതൃത്വമുണ്ടെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഒന്ന്, ഈ ഭൂമിയിൽ മനുഷ്യനെ നമുക്ക് ജന്മം നൽകുന്ന നമ്മുടെ പിതാവ്. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്. ഈശോ നിക്കോദേമോസിനോട് പറഞ്ഞു, മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ ജനിക്കുന്ന ആത്മാവും. അപ്പൊ 2 ജനനമുണ്ട്. രണ്ടാമത് നാം ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്ത് പ്രവേശിക്കില്ല എന്ന് ഈശോ പറഞ്ഞു. അപ്പൊ ഈ ഭൂമിയിൽ നമുക്ക് മനുഷ്യന്, മനുഷ്യന്റെ ആത്മാവിന്, മനുഷ്യ ജീവന് 2 ജന്മമുണ്ട്. ഒന്ന്, ഈശോ പറഞ്ഞതുപോലെ, നിക്കോദേമോസിനോട് പറഞ്ഞതുപോലെ, മാംസത്തിൽ നിന്ന് ജനിക്കുന്ന മാംസമാണ്, ആത്മാവിൽ ജനിക്കുന്ന ആത്മാവും. അപ്പോൾ ആത്മാവിനൊരു ജനനമുണ്ട്. ആത്മാവിനെ ജനിപ്പിക്കുന്നവരുണ്ട്. ഒരു വ്യക്തിയുടെ ആത്മാവിനെ ജനിപ്പിക്കുകയും ആത്മാവിനെ പരിപോഷിപ്പിക്കുകയും ദൈവരാജ്യത്തിലേക്ക് ആത്മാവിനെ വളർത്തുകയും ചെയ്യുന്ന ഒരു പിതൃത്വമുണ്ട്. ആ പിതൃത്വത്തെ പറ്റിയിട്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 14-ാമത്തെ വാക്യം പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളെ ലജ്ജിപ്പിക്കാനല്ല ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് എഴുതുന്നത്, വത്സല മക്കളെ പോലെ ഉപദേശിക്കാനാണ്. വത്സല മക്കളെ പോലെ. അപ്പോൾ പൗലോസ്ലീഹ കാണുന്നത് സ്വന്തം മക്കളെ എന്ന പോലെയാണ്. അവരെ ഉപദേശിക്കുന്ന മക്കളായിട്ട് കാണുകയാണ്. എന്നിട്ട്, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം, എന്നാൽ പിതാക്കന്മാർ അധികമില്ല. സുവിശേഷ പ്രസംഗം വഴി യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്. ഇതാ പൗലോസ്ലീഹ പറയുന്നത്. നിങ്ങൾക്ക് അനേകം ഉപദേഷ്ടാക്കളുണ്ട്, എന്നാൽ പിതാക്കന്മാരധികമില്ല. നിങ്ങളുടെ പിതാവാണ് ഞാൻ. കാരണം യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്. ഈശോയിൽ ജനിപ്പിച്ചത് നിങ്ങളെ, യേശുവിൽ ജനിപ്പിച്ചത് ഞാനാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ വത്സല മക്കളെ പോലെ ഉപദേശിക്കുന്നു. ആ പിതൃഭാവമുണ്ട്, ആത്മീയതയുടെ പിതൃഭാവം
അതുകൊണ്ടാണ് നമ്മൾ വൈദികരെ അച്ഛ എന്ന് വിളിക്കുന്നത്. ദേവാലയത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മെ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ മാമോദീസായിലൂടെ ജനിപ്പിക്കുന്നതും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കൂദാശയുടെയും കുംഭസാരത്തിലൂടെയും കുർബാനയിലൂടെയും നമ്മുടെ ആത്മാവിന് ആവശ്യമായ ഭക്ഷണം നൽകുന്നതും ഒരു സ്നേഹമുള്ള അപ്പച്ചൻ സ്വന്തം മകനെ വേറൊരുത്തിന് വിവാഹം കഴിച്ചു കൊടുക്കുന്ന പോലെ നമ്മെ നമ്മുടെ അവസാന നിമിഷത്തിൽ നമ്മോടൊപ്പം നിന്ന് അന്ത്യകൂദാശ നൽകി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി നമ്മെ സ്വർഗത്തിന് അവകാശിയാക്കി സ്വർഗത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന ആ ആത്മീയ പിതൃത്വമുള്ളത് കൊണ്ടാണ് നാം വൈദികരെ അച്ഛ എന്ന് വിളിക്കുന്നത്, പിതാക്കന്മാരെ പിതാവെന്ന് വിളിക്കുന്നത്. ചില സഭകളിൽ പണ്ട് നമ്മുടെ സഭയിലും തിരുമേനി എന്ന് വിളിക്കുന്നൊരു ഭാഷയുണ്ടായിരുന്നു. വളരെ ഒട്ടും സുവിശേഷത്തിന് യോജിക്കുന്നതാണോ എന്ന് സംശയമുണ്ട്. കാരണം ഈ തിരുമേനി എന്നത് രാജത്വത്തിൻ്റെ മേഖലയിൽ നിന്ന് ഇറങ്ങി വന്ന വിശുദ്ധ ശരീരം എന്ന നിലയിലുള്ള പേരാണ്, ഒരു പദപ്രയോഗമാണ്. പക്ഷെ ഇപ്പോൾ ആരും തന്നെ പിതാക്കന്മാരെ അവർ വിളിക്കപ്പെടാനും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കത്തോലിക്ക സഭയിൽ പൊതുവെ പിതാവ് എന്ന സ്നേഹത്തോടെ വിളിക്കുക, പിതാവ്. മാർപ്പാപ്പയെ പരിശുദ്ധ പിതാവ്. അപ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ തെസലോനിയർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ 11-12 വാക്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. പൗലോസ്ലീഹ പറയുന്നതാണ്: പിതാവ് മക്കളെ എന്ന പോലെ ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിക്കുകയും ചെയ്തു എന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. പിതാവ് മക്കളോടെന്ന പോലെ, അതാണ് പിതൃത്വം. ആ പിതൃത്വത്തെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ തീത്തൂസിനെ എപ്പോഴും വിളിക്കുന്നത് എൻ്റെ പ്രിയ മകനെ, എൻ്റെ മകനെ എന്നാണ്. പക്ഷെ തീത്തൂസിന് വേറെ അപ്പനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു, നമുക്കറിയാം. പക്ഷെ ആത്മീയതയിൽ ഞാൻ മാമോദീസ കൊടുക്കുകയും ഞാൻ വളർത്തുകയും ചെയ്ത എൻ്റെ മകനെ, അതാണ്. നാം ബൈബിളിൽ വിശുദ്ധ പൗലോസ്ലീഹായും എല്ലാം ഈ പിതൃഭാവം, ആത്മീയതയുടെ പിതൃഭാവം ഉൾക്കൊണ്ടുകൊണ്ട് മക്കളായിട്ട് കാണുകയും അവർ പൗലോസ്ലീഹായെയും സഭയിലെ ശ്രേഷ്ഠരെ പിതാക്കന്മാരായിട്ട് കാണുകയും ചെയ്തൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൽ നിന്നാണ് നമ്മൾ സഭയിൽ ഇങ്ങനെ ഒരു പതിവുള്ളത്. നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവേ എന്ന് വിളിക്കരുത്. അതെ, നമുക്ക് സ്വർഗസ്ഥനായ ഒരു പിതാവേ ഉള്ളൂ, സ്വർഗത്തിലിരിക്കുന്ന നമ്മുടെ പിതാവ്. എന്നാൽ ആ പിതാവിൻ്റെ പിതൃത്വത്തോട് ചേർന്ന് നിന്ന് ആ പിതാവ് അഭിഷേകം ചെയ്ത ആ പിതാവിന് വേണ്ടി ജോലി ചെയ്യുന്ന പിതാവിൻ്റെ സ്ഥാനത്ത് ഈ ഭൂമിയിൽ നിൽക്കുന്നവരുണ്ട്. അവരെയാണ് നമ്മൾ അച്ഛൻ. അപ്പം നാം ഒരു വൈദികനെ പിതാവെന്ന് വിളിക്കുമ്പോൾ, അച്ഛൻ എന്ന് വിളിക്കുമ്പോൾ ചില സത്യങ്ങൾ നാം അംഗീകരിക്കുന്നു. ഒന്ന്, എനിക്ക് മാമോദീസായിലൂടെ പുതുജന്മം നൽകിയത് ഈശോ പറഞ്ഞതുപോലെ രണ്ടാമതൊരു ജന്മം നൽകിയത് ഒരു വൈദികനാണ്. എനിക്ക് ആത്മീയ വളർച്ച നൽകിയത് വൈദികനാണ്. എന്നെ വളർത്താൻ തിരുസഭയിൽ ദൈവം നിയോഗിച്ച പിതാക്കന്മാരുണ്ട്. ഞാൻ സഭയോട് ചേർന്ന് നിൽക്കണം, ഞാൻ സഭയോട് ചേർന്ന് നിൽക്കും. എൻ്റെ ആത്മീയതയ്ക്ക് ജീവിതകാലം ഞാൻ ജനിച്ചാൽ മരിക്കുന്നത് വരെ എൻ്റെ പുറകെ നടന്ന് എന്നെ വഴി നടത്തുന്ന എൻ്റെ ആത്മീയ പിതാവാണ് ഈ വൈദികൻ എന്ന് നാം പ്രഖ്യാപിക്കുക ചെയ്യുന്ന ഒരാളെ അച്ഛനെ അച്ഛ, പള്ളിയിലെ അച്ഛനെ വികാരി അച്ഛ, മെത്രാനെ പിതാവേ, മാർപ്പാപ്പയെ ഹോളി ഫാദർ, പരിശുദ്ധ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നാം പ്രഖ്യാപിക്കുന്നത് ആ വിശ്വാസമാണ്. അതാണ് സത്യവും. അതുകൊണ്ടാണ് ഒരു വാക്കെടുത്ത് ആ വാക്കിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റാതെ സുവിശേഷത്തെ, വിശുദ്ധ ഗ്രന്ഥത്തെ അതിൻ്റെ ടോട്ടാലിറ്റിയിൽ, സമഗ്രതയിലെടുത്താൽ ഇതിൻ്റെ അർത്ഥം വ്യക്തമായിട്ട് മാറും. വാക്കുകൾ കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു എന്ന് ബൈബിൾ പറയാൻ കാരണം വാക്കുകൾ കൊല്ലുന്നു, അത് നമ്മെ നശിപ്പിക്കാം. ഏതാനൊരു വാക്ക് അടർത്തിയെടുത്ത് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ അത് നമ്മെ നശിപ്പിക്കാം. എന്നാൽ അതിൻ്റെ ആത്മാവ് നമ്മെ ജീവിപ്പിക്കുന്നു. അതാണ് സുവിശേഷത്തിൻ്റെ സമഗ്രതയിൽ മനസ്സിലാക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊരു പിതാവേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. ആ പിതാവിനെ നാം എല്ലാം തരുന്ന പിതാവായതുകൊണ്ട്, ആത്മീയമായും ഭൗതികമായും എല്ലാം നമുക്ക് നൽകുന്ന പിതാവായതുകൊണ്ട് നമുക്ക് ആ പിതാവ് പ്രിയപ്പെട്ട, നമുക്ക് അപ്പ എന്ന്
നമ്മുടെ സ്വന്തം ദൈവത്തെ വിളിക്കാനുള്ള ധൈര്യം നമുക്ക് ഈശോ തന്നിരിക്കുന്നു. നമ്മുടെ അപ്പനാണ് സ്വർഗത്തിലിരിക്കുന്ന അപ്പൻ. ആ അപ്പൻ്റെ പിതൃത്വത്തിൽ പങ്കുപറ്റുന്ന ആളുകളെ നാം പിതാവേ, പിതാക്കന്മാരെ എന്ന് വിളിക്കുന്നു. നമുക്ക് സഭയോടൊത്ത് ചിന്തിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം.